വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാം അധ്യായമായ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ചാപ്റ്ററിനകത്ത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ എ മാനേജർ എന്ന കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിനകത്തേക്ക് കടക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റിന്റെ ധർമ്മങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ? അപ്പോൾ നമ്മളറിയാം, ഒരു ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും എല്ലാ മാനേജ്മെന്റും ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും, അല്ലെ? മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തികൾ നമുക്ക് പൊതുവായിട്ട് നമുക്ക് 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് planning, organizing, staffing, directing and controlling the efforts of organization members by using its resources to achieve the organizational goals. ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഓർഗനൈസേഷന്റെ റിസോഴ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി മെമ്പേഴ്സിനെ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, സ്റ്റാഫിംഗ് ആവശ്യമായ ആളുകളെ പോസ്റ്റ് ചെയ്യണം, ഡയറക്റ്റിംഗ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം, കൺട്രോളിംഗ് അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറയും. അപ്പോൾ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ പ്ലാനിങ് ഉണ്ടാവും, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ പ്ലാനിങ് കാര്യം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അടുത്ത വർഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊരു പ്ലാനിങ് വേണം, അല്ലെ? ദെൻ ഓർഗനൈസിങ്, അവിടെ നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കണം, അതിനാവശ്യമായ ആളുകളെ സംഘടിപ്പിക്കണം, ആവശ്യമായ മെറ്റീരിയൽസ് സംഘടിപ്പിക്കണം, ഫണ്ട് വേണം, ഇതൊക്കെ സംഘടിപ്പിക്കുകയാണ് ഓർഗനൈസിങ്. ദെൻ സ്റ്റാഫിംഗ്, ആവശ്യമായ ആളുകളെ പോസ്റ്റ് ചെയ്യാം, ഓരോ ജോലിക്കും ഏതൊക്കെ രീതിയിലുള്ള ആളുകളെയാണ് വേണ്ടി അവരെ റിക്രൂട്ട്മെന്റ് നടത്തുക. ദെൻ ഡയറക്റ്റിംഗ്, അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ദെൻ അവർക്ക് കൺട്രോൾ ചെയ്യുക, അവർ നമ്മൾ പറഞ്ഞ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അവരെ നിയന്ത്രിക്കണം. അപ്പൊ ഇതൊക്കെ ചേർന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടോന്ന് മാനേജ്മെന്റ് പറയും. അപ്പോൾ ഒന്നുകൂടി പറയാം, മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫേർട്സ് ഓഫ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ബൈ യൂസിംഗ് ഇറ്റ്സ് റിസോഴ്സസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അതിന്റെ റിസോഴ്സുകൾ, അതിന്റെ വിഭവശേഷികൾ ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യണം, അവരുടെ എംപ്ലോയീസിന് ആവശ്യമായ പ്ലാനിങ് ഉണ്ടാക്കുക, അവരെ ഓർഗനൈസ് ചെയ്യുക, അവർക്ക് ആവശ്യമായ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. ഇതെല്ലാം കൂടി ചേർന്ന പ്രോസസ്സിനെ നമ്മൾ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പ്രധാനമായിട്ടും പറയാം പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതാണ് പ്രധാനപ്പെട്ട 5 ഫങ്ഷൻസ്, 5 ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫങ്ഷൻസ് ആണ് നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതാണ് അതിന്റെ ഹൈറാർക്കി. ആദ്യം നമ്മൾ പ്ലാനിംഗ് ആണ്, രണ്ടാമത് ഓർഗനൈസിംഗ്, മൂന്നാമത് സ്റ്റാഫിംഗ്, നാലാമത് ഡയറക്റ്റിംഗ്, അഞ്ചാമത് കൺട്രോളിംഗ്. അപ്പോൾ ഇത് ഒന്നാമത്തേതാണ് പ്ലാനിംഗ്. എന്താണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്? പ്ലാനിംഗ് മീൻസ് ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് ഓർ ഡിറ്റർമിനിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹു ഈസ് ടു ഡു ഇറ്റ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ. ഡിറ്റർമിനിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കാം, അല്ലേ? നേരത്തെ തീരുമാനിക്കണം. വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്. ഹു ഈസ് ടു ഡു ഇറ്റ്, ആര് ഇത് ചെയ്യും. ആൻഡ് വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, എപ്പോൾ ചെയ്യണം. അപ്പോൾ ആര് എന്ത് എപ്പോൾ ചെയ്യണം എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യാം, മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനാണ് പറയുന്നത് പ്ലാനിങ്. നമുക്ക് പറയാം പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഡിറ്റർമിനിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പ്ലാനിങ് അറിയാം. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാവും പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്യാം, ഒരു മാസത്തേക്ക് പ്ലാൻ ചെയ്യാം, ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം, അല്ലേ? അങ്ങനെ പ്ലാനിങ് അതിന്റെ ഓരോ ലെവലിലും വരികയാണ്. ഓരോ വർക്കും നമ്മൾ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ആ ദിവസം എന്തൊക്കെ ചെയ്യണം. എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്കുകൾ
എന്തൊക്കെയാണ് അയാൾക്ക് ഒരു പ്ലാൻ ചെയ്യാം. അപ്പോൾ പ്ലാനിങ് എല്ലാ ലെവലും, ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണെങ്കിൽ ഓർഗനൈസേഷന് മൊത്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കും. ലെവൽ ഓർഗനൈസേഷന് മൊത്തമായിട്ട് ഒരു വർഷം ചെയ്യേണ്ട വർക്ക് എന്തൊക്കെയാണ് അവരൊരു പ്ലാൻ ഉണ്ടാക്കാം. അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് നടക്കേണ്ട പ്രവൃത്തികളെ പറ്റി അവർക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ അതുപോലെ ഓരോ എംപ്ലോയീസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ എംപ്ലോയീസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയി ചെയ്യുന്ന വർക്കിനെ കുറിച്ച് അവർക്ക് പ്ലാൻ ഉണ്ടാക്കാം. പ്ലാനിങ് ഈസ് വെരി വെൽ, എല്ലാ ലെവലിലും എന്താവും പ്ലാനിങ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പ്ലാനിങ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, അല്ലെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് മാനേജ്മെന്റ് ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ്. നോക്കാം, ഇൻക്ലൂഡ്സ് setting goals in advance and developing a way of achieving them efficiently and effectively. It includes setting goals. നമ്മൾ ആദ്യം ഗോൾസ് സെറ്റ് ചെയ്യുക, നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കണം. അതിനുശേഷം ഡെവലപ്പിംഗ് എ വേ ഓഫ് അച്ചീവിങ് ദം, അത് നേടാനുള്ള ഒരു വഴി എന്താണ് എഫിഷ്യൻറ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നേരത്തെ പറഞ്ഞാൽ നമ്മൾ എന്താണ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും അല്ലെ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും എങ്ങനെ അത് നേടിയെടുക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ തീരുമാനിക്കാൻ ഒരു വർഷം നമ്മൾ 1,00,000 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഗോളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു 1 lakh പ്രോഡക്ട്സ് പെർ ഇയർ, ഒരു വർഷം 1,00,000 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി അതെന്ത് ചെയ്യണം, ഏതൊക്കെ വഴികളിലൂടെ നമുക്കത് ഫലപ്രദമായും കാര്യക്ഷമമായും നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉത്പാദിപ്പിക്കണം, അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റും, അതിൻ്റെ വഴി എന്താണ് അത് കണ്ടെത്തണം. അതേപോലെ അത് നമ്മൾ എങ്ങനെ ഉത്പാദിച്ച സാധനങ്ങൾ എന്ത് ചെയ്യണം മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ചു വെക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളത് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ആസൂത്രണം പറയും, ആസൂത്രണം ചെയ്യാം അല്ലെ. മുൻകൂട്ടി തീരുമാനിക്കുന്നത് നമ്മൾ ആസൂത്രണം എന്ന് പറയാം. ഇപ്പോൾ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ പ്ലാനിങ് എന്താണ് ആസൂത്രണം ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കുന്നതിന് നമ്മൾ ആസൂത്രണം എന്ന് പറയുന്നത്. ഓരോ ഗവൺമെന്റിനും പ്ലാനിങ് ഉണ്ടാവും. ഗവൺമെന്റ് ഓരോ വർഷം ഓരോ പ്ലാനിങ് ഉണ്ടാവും. അതേപോലെ ഓരോ ഓർഗനൈസേഷനും ഓരോ പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വ്യക്തികൾക്ക് നമുക്ക് ഓരോക്കും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു ദിവസം, നമ്മൾ ഒരു വർഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്കൊരു ആസൂത്രണം ചെയ്യാൻ പറ്റും. അപ്പോൾ ആസൂത്രണമാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ്. ഈ പ്ലാനിങ് ചെയ്തതിനു ശേഷം രണ്ടാമത് കഴിഞ്ഞാൽ ഓർഗനൈസിങ്. ഓർഗനൈസിങ് സംഘാടനം എന്നാണ് അതിനകത്ത് പറഞ്ഞത്. സംഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു 1,00,000 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ എത്രമാത്രം എംപ്ലോയീസ് ആവശ്യമുണ്ട്, അപ്പോൾ അത്രയും ആളുകളെ സംഘടിപ്പിക്കണം. ഇനി എത്ര റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഒരു വർഷം നമ്മൾ 1,00,000 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് സംഘടിപ്പിക്കണം. ഈ റോ മെറ്റീരിയൽസും എംപ്ലോയീസിനൊക്കെ ആവശ്യമായ ഫണ്ട്, ഇത് പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ ഫണ്ട് എവിടെ നിന്ന് നമ്മൾ റേസ് ചെയ്യും, അപ്പോൾ അതും സംഘടിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഓർഗനൈസിങ്, സംഘാടനം. കൂടെ അസൈനിങ് ഡ്യൂട്ടീസ്, grouping tasks, establishing authority and allocating required resources to carry out a specific plan. അപ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്ലാന് നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ആവശ്യമായ റിസോഴ്സുകൾ കണ്ടെത്തുകയും അതെന്ത് ചെയ്യണം അലോക്കേറ്റ് ചെയ്യണം. അത് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞത് എല്ലാ റിസോഴ്സും വരാം. മെറ്റീരിയൽ റിസോഴ്സ് വരും, ഫിനാൻഷ്യൽ റിസോഴ്സ് വരും, ഹ്യൂമൻ റിസോഴ്സ് വരും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലുള്ള ആളുകളെ ആവശ്യമുണ്ട്. അവർക്ക് അസൈനിങ് ഡ്യൂട്ടീസ്, അവർക്ക് കൃത്യമായി ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം. അപ്പോൾ ആളുകളെ കണ്ടെത്തി എന്ത് ചെയ്യണം ആളുകൾക്ക് ആവശ്യമായ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യാം. ഓരോ ആളുകളും എന്തൊക്കെ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഗ്രൂപ്പിംഗ് ടാസ്ക്സ്, ഒരേ രീതിയിലുള്ള ടാസ്കുകൾ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് മാറും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റേഷൻ അല്ലേ. അപ്പം പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ചേർത്ത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഗ്രൂപ്പിംഗ് ഓഫ് ടാസ്ക്സ് ആണ്. പിന്നെ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി എന്താണ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി, ഓരോ ആളുകൾക്കും എന്തൊക്കെ അധികാരങ്ങളാണ്. അപ്പോൾ മാനേജർക്ക് എന്തൊക്കെ അധികാരങ്ങളാണ്, എംപ്ലോയീസിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ഓരോ ആളുടെയും അധികാരങ്ങൾ കൃത്യമായി നിർവചിക്കണം. അല്ലെങ്കിൽ അവിടെ പ്രശ്നം വരും, ആദ്യം ഭരിക്കും എന്നുള്ള വിഷയം വരും. അപ്പോൾ എല്ലാവർക്കും ഓരോ ആളുകളെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും, അത് അധികാരങ്ങളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവചിച്ചു കൊടുക്കുക. അതാണ് ഓർഗനൈസിങ്. അതാണ് അവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ വീതിച്ച് നൽകണം. ഓരോരാൾക്കും ആവശ്യമായ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓരോരാൾക്കും ആവശ്യമായ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യണം.
ഓരോരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ മറ്റ് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെ കൊടുക്കുന്നത് അലർട്ട് ചെയ്ത് പ്രോസസ് ചെയ്യുന്നത് നമ്മൾ ഓർഗനൈസിങ് അല്ലെ സംഘാടനം എന്ന് പറയും. സംഘാടനം നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്ലാൻ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ റിസോഴ്സുകളും സംഘടിപ്പിക്കുകയും അതെന്താ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായ രീതിയിൽ വീതം നൽകുകയും അതുപോലെ തന്നെ അവരുടെ ഓരോരുടെയും ഡ്യൂട്ടീസ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അധികാരങ്ങൾ കൃത്യമായിട്ട് നിർവചിക്കപ്പെടണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കപ്പെടണം. ഇതൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുക ഓർഗനൈസിങ് അല്ലെങ്കിൽ സംഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഡിസൈഡ്സ് ഹു വിൽ ഡു എ പർട്ടിക്കുലർ ടാസ്ക്, where it will be done and when it will be done. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഗനൈസിംഗിൽ തീരുമാനിക്കുന്നത് ആരാണ് ഓരോ വർക്കും ചെയ്യേണ്ടത് അല്ലെ. അത് നമ്മൾ എന്താ പറയുക അസൈനിങ് ഡ്യൂട്ടീസ് തന്നെ. എല്ലാ ആളുകൾക്കും അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഞാൻ എന്ത് ചെയ്യണം, ഞാനാണ് ഇത് ചെയ്യേണ്ടത് അല്ലെ മറ്റേ ആളാണോ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യാം. അതാണ് ഹു വിൽ ഡു ഇറ്റ് എ പർട്ടിക്കുലർ ടാസ്ക്. ആരാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്, ഓരോ വർക്കും ചെയ്യുന്നത് ആരാണ്, അത് കൃത്യമായിട്ട് അസൈൻ ചെയ്യും. അത് നമ്മളാണ് അസൈനിങ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. വേർ ഇറ്റ് വിൽ ബി ഡൺ, എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, അപ്പോൾ അവർ കൃത്യമായ പ്ലേസ് വേണം, എവിടെ എങ്ങനെ ചെയ്യണം. വെൻ ഇറ്റ് വിൽ ബി ഡൺ, എപ്പോഴാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം, അതോറിറ്റി അസൈൻ ചെയ്യണം, റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഒരാൾക്കും വിധിച്ചു നൽകണം. അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ ചുമതലകൾ എന്താണ്, അവരുടെ ധർമ്മങ്ങൾ എന്താണ്, അവരെന്തൊക്കെ ആളുകൾ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ് നമ്മൾ എന്ത് ഓർഗനൈസിംഗ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാക്കി അല്ലെ, ആസൂത്രണം ചെയ്തു, എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തു. രണ്ടാമത് ഓർഗനൈസിംഗ് സംഘാടനത്തിൽ നമ്മൾ ഇതിന് ആവശ്യമായ ആളുകളൊക്കെ സംഘടിപ്പിച്ചു, ആവശ്യമായ മെറ്റീരിയൽസ് സംഘടിപ്പിക്കണം. ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗവൽക്കരണം. ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ വിത്ത് റൈറ്റ് ക്വാളിഫിക്കേഷൻ at the right place and time for the right job. അപ്പോൾ ഓരോ ജോബിനും ഓരോ ജോലിക്കും എന്ത് ചെയ്യാം കൃത്യമായ യോഗ്യതയുള്ള ആളുകളെ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് കണ്ടെത്തുക. റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ്, റൈറ്റ് ടൈം. ഇപ്പൊ എപ്പോഴും കിട്ടിയാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യേണ്ട സമയത്ത് ആളുകളെ ലഭിക്കണം അല്ലെ. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തുകയും അവരുടെ എന്ത് ചെയ്യാം അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവരെ കണ്ടെത്തുകയും അവരെ നിയമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ആളുകളെ കണ്ടെത്തണം, അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണ് സ്റ്റാഫിംഗ്. അപ്പൊ അവരെ നമ്മൾ ആ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനെ ഉദ്യോഗവൽക്കരണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ജോലിക്ക് ആവശ്യമായ യോഗ്യതയുള്ള ആളുകളെ ആവശ്യമായ സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It includes recruitment, selection, placement and training of personnel. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് it includes recruitment. Recruitment means finding the person. അപ്പോൾ നമുക്ക് യോഗ്യതമായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യണം. അപ്പോൾ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആളുകളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളൊരു ജോലിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 10 ക്ലർക്കുമാരെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അപേക്ഷ വിളിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അപേക്ഷ നൽകും. അത് അവരെ അപ്ലിക്കേഷൻ അവരെ അറിയിക്കുകയും അവരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയും. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് മീൻസ് എന്താണ്, ഇൻഫോമിംഗ് ദ അപ്ലിക്കൻസ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. നമുക്ക് ജോലിക്ക് ആവശ്യമായ ആളുകളെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാം. റിക്രൂട്ട്മെന്റ് ആ സോഴ്സ് കണ്ടെത്താം, എവിടെ നിന്നാണ് ഏത് വഴിക്കാണ് നമുക്ക് കിട്ടുക. ഇപ്പം നമുക്ക് ചിലപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കോഴ്സ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് നടത്താം. ദെൻ സെക്കൻഡ് സ്റ്റേജ് ആണ് സെലക്ഷൻ. അവിടെ നിന്ന് ഒരുപാട് അപേക്ഷ കിട്ടും, അതിനകത്ത് നമുക്ക് ആവശ്യമായ ആളുകളെ കറക്റ്റായിട്ട് ആളുകളെ സെലക്ട് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കാം. അത് സെലക്ഷൻ. അപ്പൊ സെലക്ഷനകത്ത് എന്താണ്, നമുക്ക് ഒരുപാട് അപേക്ഷകൾ ലഭിക്കും. ഫ്രം ദ അപ്ലിക്കൻസ് അവൈലബിൾ വി ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ് വൺ. നമുക്ക് ഏറ്റവും യോഗ്യമായ ആളുകളെ കണ്ടെത്തുക. ദെൻ പ്ലേസ്മെന്റ് എന്താണ്, അവരെ നമ്മൾ ആ ജോലിയിൽ പ്രവേശിപ്പിക്കാം. അവർക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു, അവർ ജോലി ജോയിൻ ചെയ്യിക്കാം. ദെൻ ട്രെയിനിങ്. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഈ നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാവില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ല. ഓരോ ഓർഗനൈസേഷനും നേച്ചർ അനുസരിച്ച് അവരുടെ പ്രവൃത്തിയിൽ വ്യത്യാസം വരും. അപ്പോൾ അവർ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുന്നതാണ് ട്രെയിനിങ്, അവർക്ക് ഒരു പരിശീലനം നൽകണം.
അപ്പോൾ ആ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ്. അപ്പോൾ സ്റ്റാഫിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിങ്. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അപേക്ഷ വിളിക്കുന്നതാണ്. അപേക്ഷ വിളിക്കുകയോ അവരെ അപേക്ഷ നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യാം. സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടിയ അപേക്ഷയിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ. ദെൻ പ്ലേസ്മെന്റ്, തിരഞ്ഞെടുത്ത ആളുകളെ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക. ദെൻ ട്രെയിനിങ്, ജോലിയിൽ പ്രവേശിച്ച ആളുകൾക്ക് എന്ത് ചെയ്യണം, ഓർഗനൈസേഷനെ കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും ഒരു പരിശീലനം കൊടുക്കുന്നതിനാണ് ട്രെയിനിങ്. അവരെ ആ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കി മാറ്റുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത്. നെക്സ്റ്റ്, നമ്മളിപ്പം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ we have to give directions, instructions, giving instructions to the employees. That is called directing. Directing means മാർഗനിർദ്ദേശം. എന്താണ്? കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിരിക്കണം അല്ലേ. ഇപ്പം ലീഡിങ്, ഇൻഫ്ലുവൻസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ വർക്കേഴ്സ് ടു പെർഫോം ദ ടാസ്ക് അസൈൻഡ് ടു ദം. എന്താണ്? ഓരോ എംപ്ലോയിക്കും നമ്മൾ നേരത്തെ ടാസ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടി അസൈൻ ചെയ്ത ഡ്യൂട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ എന്ത് ചെയ്യണം, നയിക്കണം, ലീഡ് ചെയ്യണം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കണം, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രചോദിപ്പിക്കുക. അപ്പോൾ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഡയറക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ എംപ്ലോയീസ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക, മാർഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദേ ലീഡ് ദ എംപ്ലോയീസ്. ഇപ്പോൾ ഡയറക്റ്റിംഗിൽ ലീഡിങ് ദ എംപ്ലോയീസ്, എംപ്ലോയീസ് നയിക്കണം അല്ലെ, അവരെ പ്രവൃത്തിയിലേക്ക് നയിക്കുക. ഇൻഫ്ലുവൻസ്, അവരെ സ്വാധീനിക്കണം, അതുപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദിപ്പിക്കുക. അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ പ്രചോദിപ്പിക്കുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ സ്വാധീനിക്കുക, അതുപോലെ അവരെ എന്ത് ചെയ്യുക, അവരുടെ പ്രവൃത്തികളിലേക്ക് നയിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ the management has to give directions or instructions, നിർദ്ദേശങ്ങൾ നൽകണം അല്ലേ. how to perform their duties, what are the activities to be performed, ഇത്രയും കാര്യങ്ങളൊക്കെ ആവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻക്ലൂഡ്സ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം അല്ലേ, അവരെന്ത് നമ്മളെപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഫിനാൻഷ്യൽ മോട്ടീവ് ഉണ്ട്, ഇൻസെൻറ്റീവ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കാം, അപ്പോൾ അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യാം, പ്രശംസിക്കാം, റെക്കഗ്നീഷൻ, അവർക്കൊരു അംഗീകാരം കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നന്നായി, വെരി ഗുഡ് അല്ലേ, ഡൺ, വെരി ഡൺ, വെരി വെൽ ഡൺ, നമുക്ക് നമ്മളൊരു മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യാം, ഒന്ന് പ്രശംസിക്കാം, അപ്പോൾ അവരെ മോട്ടിവേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. കുറേ ആളുകളുടെ ഇടയിൽ വെച്ച് എന്ത് ചെയ്യാം, നന്നായി ചെയ്തിട്ടുണ്ട് അല്ലേ, നന്നായി വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ഒരു പ്രചോദനമാവും. ലീഡർഷിപ്പ്, നേതൃത്വം. ഇപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ലീഡേഴ്സ്. മാനേജേഴ്സ് ആണ് ദ ലീഡേഴ്സ് അല്ലെ, മാനേജേഴ്സ് ആർ ദ ലീഡേഴ്സ്. ഗുഡ് മാനേജേഴ്സ് ആർ ഗുഡ് ലീഡേഴ്സ് അല്ല. നല്ല മാനേജർമാർ എന്താണ്, നല്ല ലീഡേഴ്സ് ആയിരിക്കും. അവരെ എന്താണ്, മറ്റുള്ള ആളുകളെ ഒരു ഇതിലേക്ക് നയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസ് കേൾക്കും. കമ്മ്യൂണിക്കേഷൻ, കൃത്യമായ എന്ത് ചെയ്യണം, ആശയവിനിമയം ഉണ്ടായിരിക്കണം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. മാനേജേഴ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ, അതുപോലെ എംപ്ലോയീസിന് എന്തെങ്കിലും പറയാനൊക്കെ അവരുടെ കാര്യങ്ങൾ കേൾക്കണം. ഇപ്പോൾ 2-way കമ്മ്യൂണിക്കേഷനാണ്. അങ്ങോട്ട് മാത്രം പറയുകയില്ല, ഇങ്ങോട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്യും. അപ്പോൾ അതും എന്താണ്, ഡയറക്റ്റിംഗിൽ വരുന്നൊരു ഫംഗ്ഷനാണ് കമ്മ്യൂണിക്കേഷൻ. ദെൻ സൂപ്പർവിഷൻ, അവരെ മേൽനോട്ടം വഹിക്കാം, എല്ലാവരും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് നോക്കി നിൽക്കാം. സൂപ്പർവിഷൻ, അപ്പം മേൽനോട്ടം. അപ്പോൾ എന്താ മേൽനോട്ടം എന്താണ്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഇതാണ് നമ്മൾ ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ്സ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ലാസ്റ്റ് ഫണ്ടാണ് കൺട്രോളിങ്, നിയന്ത്രണം. അപ്പോൾ കൺട്രോൾ ചെയ്യുക എന്താണ്, നമുക്കറിയാം എന്താ കൺട്രോൾ ചെയ്യാന്ന്, മോണിറ്ററിങ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഇറ്റ്സ് ഗോൾ. അപ്പോൾ നമ്മൾ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസിംഗ് എല്ലാവർക്കും ഡ്യൂട്ടി കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുന്നു, ആവശ്യമായ ആളുകളെ നമ്മൾ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർക്ക് ഡയറക്റ്റിംഗ്, ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഈ നിർദ്ദേശങ്ങൾ കൊടുത്ത പ്രകാരമാണ്, അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണ് എന്താ പറയുക, കൺട്രോളിങ് അല്ലേ. നമ്മൾ പ്ലാനിങ്ങിൽ തീരുമാനിച്ചു ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന ദിവസം ചെയ്യണം.
അപ്പോൾ ചെയ്തോന്ന് നമ്മളൊന്ന് നോക്കണം അല്ലെ. ആ നോക്കുന്ന ഒരു പ്രോസസ് എന്താ പറയുക, കൺട്രോളിങ്. ഇപ്പൊ ചില ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അവിടത്തേക്ക് എത്തിക്കണം. ഒന്ന് കൺട്രോളിങ്. അപ്പൊ ആക്ച്വൽ പെർഫോമൻസും നമ്മുടെ പ്ലാനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അപ്പൊ നമുക്കൊരു നമ്മൾ പറഞ്ഞ പ്ലാൻ എത്താൻ പറ്റിയില്ല, അല്ലെ പ്ലാൻ പ്രകാരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തുകൊണ്ട് പറ്റിയില്ല, അതിന്റെ കാരണം കണ്ടെത്താം, അത് തിരുത്തിയിട്ട് വീണ്ടും ചെയ്യാം. അപ്പൊ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കൺട്രോളിങ്. അപ്പൊ നമ്മളിതിന്റെ ഒന്ന് മോണിറ്റർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നേരത്തെ നമ്മൾ തീരുമാനിച്ച പ്രകാരമാണ് കൃത്യമായി നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണ് എന്താ പറയുക, കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ്സ് ഇപ്പൊ കൺട്രോളിംഗ് കൺട്രോളിംഗ് നോക്കാം. കൺട്രോളിംഗ് ഇൻക്ലൂഡ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഇപ്പൊ എല്ലാ ആക്ടിവിറ്റീസും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു വ്യക്തി ഒരു എംപ്ലോയി എടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയി 10 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്, 10 ഔട്ട്പുട്ട്സ് ആണ്. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ, ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഒരു എംപ്ലോയി 10 ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചിരിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അതേപോലെ ഓരോ വർക്കിനും നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഓരോ വർക്കിനും നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ദെൻ മെഷറിംഗ് ദ കറന്റ് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അയാൾ എത്ര പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നു മെഷർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അയാൾക്ക് 9 തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റാൻഡേർഡ് എത്തിയാണ് 10 സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളത് മെഷർ ചെയ്യുന്ന സമയത്ത് വൈകുന്നേരം മെഷർ ചെയ്തപ്പോൾ എന്താണ്, ആ ഒരു എംപ്ലോയി 9 പ്രൊഡക്റ്റ് ആണ് ഉത്പാദിപ്പിച്ചത് അല്ലെ. അപ്പൊ കമ്പയറിംഗ് ദിസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഉത്പാദിപ്പിച്ചത് 9 പക്ഷെ നമ്മളെ സ്റ്റാൻഡേർഡ് 10. 10 ഇയാൾ ഉത്പാദിപ്പിക്കേണ്ടിയിരുന്നത് അല്ലെ. പക്ഷെ 9 തന്നെ ഉത്പാദിപ്പിക്കും. അപ്പൊ നമ്മൾ ഇത് കമ്പയർ ചെയ്തു, അപ്പോൾ ഒരെണ്ണം കുറവാണ്. ഇനി അടുത്ത് എന്താണ്, എന്തുകൊണ്ടാണ് ആ ഒരെണ്ണം കുറഞ്ഞത്? അതിന് പല കാരണങ്ങൾ വരാം. ഒന്നിക്ക് അയാളുടെ ഇൻഎഫിഷ്യൻസി ആയിരിക്കാം അല്ലെ, ഒന്നിക്ക് അയാൾ എന്താണ് നന്നായിട്ട് വർക്ക് ചെയ്തില്ല അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ എന്താണ് മറ്റുള്ള കാരണങ്ങൾ, ചിലപ്പോൾ പവർ ഫെയിലായി, 1 മണിക്കൂർ കറണ്ട് ഇല്ല, അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു എണ്ണം കുറഞ്ഞു പോയത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അതിന് ബദൽ സംവിധാനം എന്താണെന്ന് വെച്ച് കണ്ടെത്തണം. അത് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അയാളുടെ പെർഫോമൻസ് കുറവാണെങ്കിൽ അയാൾ എന്തെങ്കിലും അയാളുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയാളെ അടുത്ത ദിവസം മുതൽ അയാൾ 10 ഉത്പാദിപ്പിക്കുന്ന ലെവലിലേക്ക് എത്തിക്കണം. അപ്പം അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലത്തെ കാരണങ്ങൾ, പവർ സപ്ലൈ എന്താണ് കറണ്ട് പോയത് കൊണ്ടോ അല്ലെ റോ മെറ്റീരിയൽസ് കൃത്യസമയത്ത് എത്താത്തത് കൊണ്ടോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് കുറയാം അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് കാരണം ഉണ്ടായത്, എന്താണ് അതിന്റെ കാരണം, ആ കാരണം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അത് തിരുത്തുക അല്ലെ, അതിന് എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് അല്ലെ അത് തിരുത്താനുള്ള പ്രവൃത്തികൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. പിന്നെ അതുപോലെ മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥ ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വർക്ക് പെർഫോമൻസ് അളക്കുന്നു. പിന്നെ ആക്ച്വലും പെർഫോമൻസും തമ്മിൽ, ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് ഡീവിയേഷൻസ്, നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡിൽ എത്തുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് എത്തിയില്ല അതിന്റെ കാരണം കണ്ടെത്താം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന് കറക്റ്റായുള്ള സ്റ്റെപ്സ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കൺട്രോളിംഗ് വരുന്നത്. കൺട്രോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എന്താണ്, എൻഷുറിംഗ് ദാറ്റ് the activities are taken place as per the plan. നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്ലാൻ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് കൺട്രോളിംഗ് അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് 5 ഫംഗ്ഷൻസ് ആണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പോൾ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ഓർഗനൈസിങ്, സംഘാടനം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമായ എലമെന്റ്സ്, എന്തൊക്കെ ഘടകങ്ങളാണോ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സംഘടിപ്പിക്കുകയും അതുപോലെ ഒരാളുടെയും ഡ്യൂട്ടീസ് അസൈൻ ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യണം, അവരുടെ അതോറിറ്റീസ് അസൈൻ ചെയ്യണം, അതുപോലെ അവർ തമ്മിലുള്ള റിലേഷൻസ് അല്ലെ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഓരോ എംപ്ലോയീസും അവരുടെ ഏതൊക്കെ ലെവലിലാണ് വരുന്നത്, ടോപ്പ് ലെവലാണോ, മിഡിൽ ലെവലാണോ, ലോവർ ലെവലാണോ, ആ ലെവലിൽ വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഓരോരാളുടെയും കൃത്യമായ ഡ്യൂട്ടീസും ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഓർഗനൈസിങ് അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് സ്റ്റാഫിംഗ് അല്ലെങ്കിൽ ഉദ്യോഗവൽക്കരണം. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ ജോലികളും ചെയ്യുന്നതിന് ആവശ്യമായ
യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ നിയമിക്കുകയും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് പരിശീലനം നൽകുകയും ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സ്റ്റാഫിങ്ങിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റിംഗ് ആണ്. മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ. ഇപ്പോൾ എംപ്ലോയീസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ചെയ്യേണ്ട വർക്കുകൾ എന്താണ്, അവരുടെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കൊടുക്കുക. അപ്പോൾ അതിൽ വരുന്ന ഡയറക്റ്റിംഗിൽ വരുന്നതാണ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് കൺട്രോളിംഗ് അല്ലെങ്കിൽ നിയന്ത്രണം. ഇപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ടേക്കൺ പ്ലേസ് ആസ് പെർ പ്ലാൻ. നമ്മൾ നേരത്തെ പ്ലാനിങ്ങിൽ തീരുമാനിച്ച പ്രകാരം അല്ലെ ആസൂത്രണത്തിൽ തീരുമാനിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ് അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ വർക്കിനും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡ് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. അതിൽ എന്തെങ്കിലും വ്യതിയാനം വരുന്നെങ്കിൽ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയും അതിന് ആവശ്യമായ നെസറി റെമഡീസ് അല്ലെ കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ്. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മാനേജ്മെന്റ് ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, ഈ ഫങ്ഷൻസുകളെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഇത്രയും സമയം എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിനകത്ത് വരുന്ന പരിപാടികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.